പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. ചാന്ദ്രദിന ക്വിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. 60-ലധികം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 1 എന്തായാലും കാണാൻ മറക്കരുതേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം: ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. AD 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്താണ് ചന്ദ്രനിലേക്കുള്ള ദൂരം അത്ഭുതകരമായ കൃത്യതയോടെ കണക്കാക്കിയത്. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല എന്നും സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആര്യഭടൻ പറഞ്ഞിരുന്നു. ലൂണാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം എല്ലാവർക്കും അറിയാം, ചന്ദ്രൻ. ലാറ്റിൻ ഭാഷയിൽ ചന്ദ്രനെ വിളിക്കുന്ന പേരാണ് ലൂണ. ആഴ്ചയിലെ ദിവസങ്ങളിൽ ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏതാണ്? തിങ്കൾ. മലയാളത്തിലെ തിങ്കൾ എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിലെ മൺഡേ എന്നത് മൂൺസ് ഡേ എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ്? ഉത്തരം ഹിജറ വർഷം അല്ലെങ്കിൽ ഇസ്ലാമിക് കലണ്ടർ. ചന്ദ്രന്റെ കൃത്യമായ ചലനങ്ങളെയും ചന്ദ്രകലകളെയും മാത്രം അടിസ്ഥാനമാക്കി ദിവസങ്ങളും മാസങ്ങളും കണക്കാക്കുന്ന ഒരു ശുദ്ധ ലൂണാർ കലണ്ടറാണിത്. അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഉത്തരം കറുത്ത വാവ്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ വരും. ചന്ദ്രന്റെ പ്രകാശിക്കാത്ത ഭാഗം ഭൂമിക്ക് നേരെ വരുന്ന ദിവസമാണിത്. ഈ ദിവസം ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ചന്ദ്രനിൽ കാണപ്പെടുന്ന വലിയ ഗർത്തങ്ങൾ പൊതുവെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബേസിനുകൾ. ഉൽക്കയൊക്കെ വീഴുന്നത് കാരണം ചന്ദ്രനിൽ ഉണ്ടാകുന്ന വലിയ പാത്രത്തിന്റെ ആകൃതിയിലുള്ള ഭീമാകാരമായ ഗർത്തങ്ങളെയാണ് ബേസിനുകൾ എന്ന് വിളിക്കുന്നത്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ്? ബെയ്ലി ഗർത്തം. ചന്ദ്രന്റെ ഭൂമിക്ക് നേരെ നിൽക്കുന്ന വശത്തെ ഏറ്റവും വലിയ ഗർത്തമാണിത്. സൗരയൂഥത്തിലെ തന്നെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗർത്തമായ സൗത്ത് പോൾ ഐറ്റ്കിൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ. ഏകദേശം 2500 കിലോമീറ്റർ വ്യാസവും 8 കിലോമീറ്റർ ആഴവുമുള്ള വലിയ ഒരു ഉൽക്കാപതന ഗർത്തമാണ് ഇത്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഹൈഗൻസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര ഏതാണ്? മോണ്ടസ് അപ്പനിനസ്. മൗണ്ട് ഹൈഗൻസ് ഒക്കെ നിൽക്കുന്ന പർവ്വത നിരകളാണ് ഇവ. ചന്ദ്രനിലെ മണ്ണിന് ശാസ്ത്രീയമായി പറയുന്ന പേരെന്താണ്? റിഗോലിത്ത്. ചന്ദ്രോപരിതലത്തിലുള്ള പൊടിപടലങ്ങളും പാറക്കഷ്ണങ്ങളും നിറഞ്ഞ മണ്ണിനെയാണ് ലൂണാർ റിഗോലിത്ത് എന്ന് പറയുന്നത്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഈ ചോദ്യം സാധാരണ രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ കാണുന്ന ഓക്സിജൻ, മഗ്നീഷ്യം, സിലിക്കൺ, കാൽസ്യം, അയൺ ഈ മൂലകങ്ങൾ ഓപ്ഷൻസിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാം. ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ചന്ദ്രന്റെ ആകെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്ര ഭാഗമാണ്? 81-ൽ 1. അതായത് 81 ചന്ദ്രനുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചാലേ നമ്മുടെ ഒരു ഭൂമിയുടെ അത്രയും ഭാരം ഉണ്ടാകൂ. ഭൂമിയുടെ ആകെ ഭാരത്തിൻ്റെ വെറും 1.2% മാത്രമാണ് ചന്ദ്രൻ്റെ ഭാരം. 81-ൽ 1. അതായത് 81 ചന്ദ്രന്മാരെ ഒന്നിച്ച് ചേർത്ത് വെച്ചാലേ നമ്മുടെ ഒരു ഭൂമിയുടെ അത്രയും ഭാരം ഉണ്ടാകൂ. ഭൂമിയുടെ ആകെ ഭാരത്തിൻ്റെ വെറും 1.2% മാത്രമാണ് ചന്ദ്രൻ്റെ ഭാരം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ്? 5-ാം സ്ഥാനം. നോക്കൂ, 1-ാം സ്ഥാനം വ്യാഴത്തിന്റെ ഗാനിമീഡിനാണ്. 5-ാം സ്ഥാനം. നോക്കൂ, വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ചന്ദ്രന്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്? ചന്ദ്രന്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്? 400 ഇരട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയധികം ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള സൂര്യനെയും ചന്ദ്രനെയും നോക്കുമ്പം ഒരേ സൈസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂര്യന് ചന്ദ്രനേക്കാൾ 400 ഇരട്ടി വലിപ്പമുണ്ടെങ്കിലും സൂര്യൻ ഭൂമിയിൽ നിന്ന് ചന്ദ്രനേക്കാൾ 400 ഇരട്ടി അകലെ കൂടിയാണ്. അതുകൊണ്ടാണ് ആകാശത്ത് നോക്കുമ്പോൾ രണ്ടും ഒരേ വലിപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലെത്തുമ്പോൾ എത്ര ഭാരം ഉണ്ടായിരിക്കും? 10 കിലോഗ്രാം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടേതിനേക്കാൾ 6 മടങ്ങ് കുറവാണ്. അതുകൊണ്ട് ഭൂമിയിലെ ഭാരത്തെ 6 കൊണ്ട് ഹരിച്ചാൽ ചന്ദ്രനിൽ എത്ര ഭാരമുണ്ടാകും എന്ന് മനസ്സിലാക്കാം. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ എത്ര മടങ്ങാണ്? നേരത്തെ ചോദ്യത്തിൽ ഇതിനുള്ള ആൻസർ പറഞ്ഞു, ഭൂമിയുടെ 1/6. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ഏതാണ്? ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് വെളുത്ത വാവ് ദിവസങ്ങളിലാണോ അതോ കറുത്ത വാവ് ദിവസങ്ങളിലാണോ? വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ. അതേസമയം സൂര്യഗ്രഹണം സംഭവിക്കുന്നത് കറുത്ത വാവ് ദിവസങ്ങളിലാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? ക്ഷയം ഓർ വെയ്നിങ്. വെളുത്ത വാവിന് ശേഷം അമാവാസിയിലേക്ക് അടുക്കുന്തോറും ചന്ദ്രന്റെ പ്രകാശം ഉള്ള ഭാഗം കുറഞ്ഞു വരുന്നതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. നേരെ മറിച്ച് പ്രകാശമുള്ള ഭാഗം കൂടിക്കൂടി വരുന്നതിന് വൃദ്ധി അല്ലെങ്കിൽ വാക്സിംഗ് എന്ന് വിളിക്കുന്നു. ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേരെന്താണ്? ബ്ലൂ മൂൺ. പേര് ബ്ലൂ മൂൺ എന്നാണെങ്കിലും ഈ ദിവസം ചന്ദ്രൻ നീല നിറത്തിലുമൊന്നുമല്ല കാണപ്പെടുന്നത്. സാധാരണ പൂർണ്ണചന്ദ്രനെ പോലെ തന്നെയാണ് അന്നും ചന്ദ്രൻ ഉണ്ടാവുന്നത്. കലണ്ടറിലെ രണ്ടാമത്തെ വെളുത്തവാവ് എന്ന അർത്ഥത്തിലാണ് ഈ പേര് ഉപയോഗിക്കുന്നത്. ഇത് ഒരു അപൂർവ പ്രതിഭാസമായതുകൊണ്ട് ഇംഗ്ലീഷിൽ വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ശൈലി ഉപയോഗിക്കുന്നുണ്ട്. ചാന്ദ്രയാത്രകളെ ഭാവനാത്മകമായി ചിത്രീകരിച്ച മെൻ ഇൻ മൂൺ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് H.G. വെൽസ് 1901 ഈ സയൻസ് ഫിക്ഷൻ നോവൽ എഴുതിയത്. ചന്ദ്രനിലേക്ക് യാത്ര പോകുന്ന 2 മനുഷ്യരുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ചന്ദ്രന്റെ ഭൗതിക രൂപത്തെക്കുറിച്ചും ഗർത്തങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഫേസ് ഓഫ് ദി മൂൺ ആരുടെ കൃതിയാണ്? റാൽഫ് ബാൾഡ്വിൻ. 1949 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ വലിയ ഉൽക്കകൾ വന്നിടിച്ചത് മൂലം ഉണ്ടായതാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ഒരു വിപ്ലവകരമായ കൃതിയായിരുന്നു ഇത്. വലിയ ജനപ്രീതി നേടിയ അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പ് ഏത് നാടകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം എഴുതിയതെന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ അമ്പിളിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഗാനങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യൂ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ പര്യവേഷണ വാഹനം ഏതാണ്? ലൂണ 1. ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് പുറത്തുപോയ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് 1959 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലൂണ 1. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങാനാണ് ഇത് വിക്ഷേപിച്ചതെങ്കിലും ദിശ മാറിപ്പോയതുകൊണ്ട് ഇത് സൂര്യനെ വലം വയ്ക്കുന്ന ആദ്യത്തെ കൃത്രിമോപഗ്രഹമായി മാറി. മനുഷ്യനിൽ ഇറങ്ങിയ, അതായത് ഇടിച്ചിറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? ലൂണ 2. 1959 വിക്ഷേപിച്ച ലൂണ 2 മറ്റൊരു ആകാശഗോളത്തിൽ ആദ്യമായി തൊട്ട മനുഷ്യനിർമ്മിത വസ്തു എന്ന റെക്കോർഡ് സ്വന്തമാണ്. ചന്ദ്രനെ വലം വെച്ച ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹം ഏതാണ്? ലൂണ 10. 1966 സോവിയറ്റ് യൂണിയനാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ വിജയകരമായി മൃദുവായി ഇറങ്ങിയ ആദ്യ പേടകം, സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യ പേടകം ഏതാണ്? ലൂണ 9. തകരാറുകൾ കൂടാതെ ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത, അതായത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചരിത്രത്തിലെ ആദ്യ പേടകമാണിത്. ഇതും സോവിയറ്റ് യൂണിയന്റെ സംഭാവനയായിരുന്നു. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏത്? അപ്പോളോ 8. 1968 ഇത് വിക്ഷേപിച്ചത്. ഇതിലെ യാത്രികരാണ് ബഹിരാകാശത്ത് വെച്ച് പ്രശസ്തമായ എർത്ത് റൈസ് ഫോട്ടോ എടുത്തത്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? ആൻസർ എല്ലാവർക്കും അറിയാം, നീൽ ആംസ്ട്രോങ്. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? നീൽ ആംസ്ട്രോങ്. അപ്പോളോ 11 ചന്ദ്രനിലെത്തിയ ഇന്ത്യൻ സമയം എത്രയായിരുന്നു? 1969 ജൂലൈ 21 പുലർച്ചെ ഇന്ത്യൻ സമയം 1:48. അമേരിക്കൻ സമയം ജൂലൈ 20 രാത്രിയായിരുന്നു ഇത്. ആദ്യ ചന്ദ്രയാത്രയിൽ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ നോക്കി പറഞ്ഞ വാചകം എന്താണ്?
ചന്ദ്രനിൽ നിന്ന് നോക്കിയപ്പോൾ കടും കറുത്ത ആകാശത്ത് നീല നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ മനോഹരമായ ഭൂമിയെ കണ്ടപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണ് ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. രണ്ടാമനായി ചന്ദ്രനിലിറങ്ങിയ എഡ്വിൻ ബസ് ആൽഡ്രിൻ ചന്ദ്രന്റെ ഉപരിതലത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഗംഭീരം, ശൂന്യം അല്ലെങ്കിൽ മാഗ്നിഫിസന്റ് ഡെസൊലേഷൻ. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. അപ്പോളോ 11 ദൗത്യത്തിന്റെ ഭാഗമായി നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചേർന്നാണ് ആദ്യമായി ചന്ദ്രനിൽ അമേരിക്കൻ പതാക നാട്ടിയത്. അന്തരീക്ഷമില്ലാത്തതിനാൽ പതാക ചുരുണ്ടുപോകാതിരിക്കാൻ ഒരു പ്രത്യേക മെറ്റൽ ബാർ മുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോളോ വാഹനത്തിന്റെ മാതൃവാഹനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊളംബിയ. അപ്പോളോ 11 ദൗത്യത്തിൽ യാത്രികർക്ക് ജീവിക്കാനും ഭൂമിയിലേക്ക് തിരികെ വരാനും ഉപയോഗിച്ച പ്രധാന നിയന്ത്രണ കേന്ദ്രമായിരുന്നു ഈ കമാൻഡ് മൊഡ്യൂൾ. നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങിയപ്പോൾ മൈക്കിൾ കോളിൻസ് ഈ പേടകത്തിൽ തന്നെ ചന്ദ്രനെ വലം വെച്ചുകൊണ്ട് അവരെ കാത്തിരിക്കുകയായിരുന്നു. വിക്ഷേപിച്ച ഭീമൻ വാഹനങ്ങളിൽ നിന്ന് ആകെ സുരക്ഷിതമായി ഭൂമിയിലെത്തിയ ഏക ഭാഗം കൊളംബിയ മാത്രമാണ്. ഇത് നിലവിൽ വാഷിംഗ്ടണിലെ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലെത്തിയപ്പോൾ മാതൃവാഹനം നിയന്ത്രിച്ചത് ആര്? മൈക്കിൾ കോളിൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങിയപ്പോൾ ഇദ്ദേഹം കൊളംബിയയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അനുഭവിച്ച മനുഷ്യൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആദ്യ ചന്ദ്രയാത്രയിൽ ലോക രാഷ്ട്രതലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം ഏത്? ലോക നന്മ കൈവരാൻ മനുഷ്യൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. വി കെയിം ഇൻ പീസ് ഫോർ ഓൾ മാൻകൈൻഡ്. ഞങ്ങൾ മാനവരാശിക്കാകെയും സമാധാനത്തിനു വേണ്ടി വന്നവരാണ് എന്ന വാചകവും ഇതിലുണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ സ്ഥാപിച്ച ലോക രാഷ്ട്രതലവന്മാരുടെ ഫലകത്തിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രസിഡന്റ് ആര്? വി ഗിരി. ചന്ദ്രനിലിറങ്ങിയ ആദ്യ ചാന്ദ്രയാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത്? പസഫിക് സമുദ്രം അല്ലെങ്കിൽ ശാന്തസമുദ്രം. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? സാറ്റേൺ 5. അപ്പോളോ 11 ദൗത്യത്തിൽ ചന്ദ്രനിലിറങ്ങിയ രണ്ടാമത്തെ മനുഷ്യനായ എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേരെന്താണ്? മാഗ്നിഫിസന്റ് ഡെസൊലേഷൻ. വേറൊരു ആത്മകഥയും കൂടി അദ്ദേഹത്തിനുണ്ട്, റിട്ടേൺ ടു എർത്ത്. ചന്ദ്രോപരിതലത്തിലിറങ്ങിയ ശാസ്ത്രജ്ഞരെ ബഹുമാനിക്കാൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞരായ 5 പേരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? HJ ഭാഭ, SN ബോസ്, SK മിത്ര, MN സാഹ, വിക്രം സാരാഭായ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സഞ്ചരിച്ച ആദ്യ യന്ത്ര മനുഷ്യൻ ഏത്? ലൂണോഖോഡ് 1. 1970 സോവിയറ്റ് യൂണിയനാണ് ഇതിനെ അയച്ചത്. 11 ദിവസത്തോളം ഇത് ചന്ദ്രന്റെ മണ്ണിലൂടെ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ, മണ്ണ് എന്നിവ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച ആദ്യ പേടകം ഏത്? ലൂണ 16. ഏകദേശം 101 ഗ്രാം മണ്ണാണ് ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ മനുഷ്യ നിയന്ത്രിത വാഹനം ഏതാണ്? ലൂണാർ റോവർ. 1971 അപ്പോളോ 15 ദൗത്യത്തിന്റെ ഭാഗമായാണ് 4 ചക്രങ്ങളുള്ള ഈ ഇലക്ട്രിക് വാഹനം ആദ്യമായി ചന്ദ്രനിലിറക്കിയത്. ഇതിനെ മൂൺ ബഗ്ഗി എന്നും വിളിക്കാറുണ്ട്. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ്? ഡേവിഡ് സ്കോട്ട്. അപ്പോളോ 15 ദൗത്യത്തിൽ ലൂണാർ റോവർ ആദ്യമായി ചന്ദ്രനിലിറക്കുന്നത് ഈ ദൗത്യത്തിന്റെ കമാൻഡറായിരുന്ന ഡേവിഡ് സ്കോട്ടാണ്. അദ്ദേഹമാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ആ വാഹനത്തിൽ യാത്രക്കാരനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ജെയിംസ് ഇർവിൻ ആയിരുന്നു. അവസാനമായി മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോയ അപ്പോളോ ദൗത്യം ഏതാണ്? അപ്പോളോ 17. 1972. ഇതുവരെ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്ര ചാന്ദ്രദൗത്യങ്ങൾ നടന്നിട്ടുണ്ട്? 6 ചാന്ദ്രദൗത്യങ്ങൾ. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ 6 ചാന്ദ്രദൗത്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ചന്ദ്രോപരിതലത്തിൽ ഇതുവരെ ആകെ എത്ര മനുഷ്യർ നടന്നിട്ടുണ്ട്? 12 അമേരിക്കക്കാർ. 2003 ഇന്ത്യ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചപ്പോൾ ഇതിന്റെ ആദ്യ പേരെന്തായിരുന്നു? സോമയാൻ.
ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ചാന്ദ്രയാൻ 1 എത്രാമത്തെ ചാന്ദ്ര ദൗത്യമായിരുന്നു? 68ാമത്തെ. ചന്ദ്രനിലെ ജലസാന്നിധ്യം നിർണയിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഉപകരണം ഏതാണ്? മൂൺ മിനറോളജി മാപ്പർ എന്ന ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ. ചാന്ദ്രയാൻ 1ന്റെ ഭാഗമായി ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച പേടകം ഏതാണ്? മൂൺ ഇംപാക്ട് പ്രോബ്. 2008 നവംബർ 14 ചാന്ദ്രയാൻ 1ൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് മനഃപൂർവ്വം ഇടിച്ചിറക്കിയ ബോക്സ് ആകൃതിയിലുള്ള ഒരു ഉപകരണമാണിത്. ഇതിന്റെ പുറത്ത് ഇന്ത്യയുടെ ത്രിവർണ പതാക ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. മൂൺ ഇംപാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര്? ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇതുള്ളത്. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകമിറക്കിയ ആദ്യ രാജ്യം? ചൈന. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുവശത്തെയാണ് ഇരുണ്ട ഭാഗം എന്ന് വിളിക്കുന്നത്. 2019 ചൈന അവിടെ പേടകം ഇറക്കുന്നത് വരെ ഒരു രാജ്യവും ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് ആദ്യമായി ഇറങ്ങിയ പേടകം ഏതാണ്? ചാങ് 4. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV Mark 3 LV-M3. ISROയുടെ ഏറ്റവും കരുത്തുറ്റ ഈ റോക്കറ്റിനെ ബാഹുബലി എന്നും വിളിക്കാറുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം തിരികെ എത്തിച്ച് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈന. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാക്കുക, ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:35. ഏകദേശം 40 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഇത് ചന്ദ്രനിൽ എത്തിച്ചേർന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന്. ചന്ദ്രയാൻ 3 പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച റോക്കറ്റ് ഏതാണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 M4. ചന്ദ്രയാൻ പേടകത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് മാറ്റിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 1. ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥങ്ങളിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർത്തിയ ശേഷമാണ് ഓഗസ്റ്റ് 1 അർദ്ധരാത്രിയിൽ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ വഴി പേടകത്തെ ചന്ദ്രന്റെ പാതയിലേക്ക് വിജയകരമായി തിരിച്ചുവിട്ടത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? S. സോമനാഥ്. ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തുറവൂർ സ്വദേശിയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങിയ ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം ലാൻഡർ. ചന്ദ്രന്റെ ഏതു ഭാഗത്ത് ലാൻഡർ സുരക്ഷിതമായി സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുകയാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നത്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ. ഈ സ്ഥലം ഇപ്പോൾ ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. വിക്രം ലാൻഡറിൽ നിന്നും ചന്ദ്രോപരിതലത്തിൽ ചലിപ്പിക്കാനായി ഇറക്കിയ റോവറിന്റെ പേരെന്താണ്? പ്രജ്ഞാൻ റോവർ. 6 ചക്രങ്ങളുള്ള ഒരു ചെറിയ റോബോട്ടിക് വാഹനമാണിത്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഇനി പുതിയ ചോദ്യങ്ങളുമായിട്ട് പാർട്ട് 3 അപ്ലോഡ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.